അനുഗ്രഹീതമായ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ മനോഹരമായ സന്ധ്യാവേള ഞാൻ ആയിരിക്കുന്ന സ്ഥലം പല ടൈം സോണിലുള്ള പ്രിയപ്പെട്ടവർ പല ഭാഗത്ത് നിന്ന് ഈ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകുന്നുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും പരസ്പരം കാണുവാനോ അല്ലെങ്കിൽ ഏറ്റവും സമീപത്ത് ആയിരിക്കുവാനോ കഴിയുന്നില്ല എങ്കിലും ആത്മാവിൻ്റെ ഐക്യത, സമാധാന ബന്ധത്തിൽ കാത്ത് ഈ സന്ധ്യാവേളയിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ലഭ്യമായ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വിവിധ സ്ഥലങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് ഇതിൽ പങ്കാളികളാകുന്ന എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ സർവശക്തനെ അനുഗ്രഹിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിന് നേതൃത്വം നൽകുന്ന കർത്താവിൽ അനുഗ്രഹീതനായ പാസ്റ്റർ ബിജു, ആ ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ മാവേലിക്കരക്കാരാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയ പിതാവുമായി അടുത്തിടപെടാനുള്ള അവസരം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എൻ്റെ അളിയന്മാരിൽ ഒരാളായിരിക്കുന്ന പാസ്റ്റർ GS ജോൺസൺ അദ്ദേഹത്തിൻ്റെ സഭയുടെ ശുശ്രൂഷകനായിരുന്നു. ആ സന്ദർഭത്തിൽ കാണുവാനും പരിചയപ്പെടുവാനും ഒക്കെ അവസരമുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനുമായി ഈ വൈകിവേളയിൽ ഇപ്രകാരം ഒരു കൂട്ടായ്മ ലഭ്യമായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഗുഡ് ന്യൂസ് ബൈബിൾ സ്റ്റഡി ബഹ്റിൻ ചാപ്റ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ മീറ്റിങ്ങിൽ അനുഗ്രഹീതരായ അനവധി ദൈവദാസന്മാർ പങ്കെടുക്കുന്നുവെന്ന് നമുക്ക് ആദ്യ കേൾവിയിൽ അധ്യക്ഷൻ്റെ സൂചനയിൽ കൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അവരെല്ലാവരും എനിക്കും വ്യക്തിപരമായി ഏറ്റവും അടുപ്പമുള്ളവരാണ്, സ്നേഹിതന്മാരാണ്. അവരുടെ അനുഗ്രഹീതമായ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ KM ജോർജ്, പാസ്റ്റർ ഡോക്ടർ VP ഫിലിപ്പ്, പാസ്റ്റർ സുമൻ, പാസ്റ്റർ ജോഷി, അതുപോലെ ചിരകാല സ്നേഹിതനായിരിക്കുന്ന പ്രിയപ്പെട്ട ടോണി ചവ്വക്കാരൻ, ഈ രാത്രികാലം ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകുന്ന എല്ലാവരെയും ഓർത്ത് ഒരിക്കൽ കൂടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും പ്രത്യേകമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശിഷ്യത്വം എന്നുള്ള ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ച് അല്പസമയം നിങ്ങളോട് ദൈവം എനിക്ക് തന്ന കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശിഷ്യത്വം എന്ന് നമ്മൾ പറയുമ്പോൾ അത് വളരെ വിശാലമായ ഒരു പഠന മേഖലയാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഏതാനും ഭാഗങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ വന്നത് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത് നമുക്ക് അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു പഠന രീതിയിലാണ് ഇത് മുമ്പോട്ട് പോകാൻ സാധ്യത. തീർച്ചയായിട്ടും നമ്മളുടെ സാധാരണമായ രീതികളെന്ന് പറയുന്നത് പ്രസംഗങ്ങളോടാണ് നമുക്ക് കൂടുതൽ പ്രതിപത്തിയുള്ളത്. വളരെ വേഗതയിൽ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനും നമ്മളുടെ ആത്മീയ തൃപ്തി എന്ന് നമ്മൾ വിചാരിക്കുന്ന നിലവാരത്തിലേക്ക് എത്താനും പലപ്പോഴും പ്രഭാഷണങ്ങളാണ് സഹായകമാകുന്നത് എന്ന് നമുക്കറിവുള്ളതാണെങ്കിലും നമുക്കൊരല്പസമയം ശാന്തമായി ഈ വിഷയം പങ്കുവയ്ക്കാം. എൻ്റെ കേൾവിക്കാരും ഈ വിഷയം അറിയാൻ പാടില്ലാത്തവരാണ് എന്നുള്ള ഒരു നിഗമനത്തിലല്ല ഈ വൈകിവേളയിൽ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. എങ്കിലും നമുക്ക് പ്രാർത്ഥനാപൂർവം അല്പകാര്യങ്ങൾ ചിന്തിക്കാം. ആരംഭത്തിൽ ഒരു ഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 19 വരെയുള്ള വേദഭാഗമാണ്. ഞാൻ തന്നെ ആ ഭാഗം വായിക്കുകയാണ്. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ ശീമോനും അവൻ്റെ സഹോദരനായ അന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവരായിരുന്നു. യേശു അവരോട്, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഉടനെ അവർ വലവിട്ട് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് അല്പം മുമ്പോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവൻ്റെ സഹോദരനായ യോഹന്നാനും പടകിൽ ഇരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെയും വിളിച്ചു. അവർ അപ്പനായ സെബദിയെ
കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു. നമ്മളുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന് 35-ാം വാക്യത്തിൽ വരുമ്പോൾ സ്നാപക യോഹന്നാൻ അദ്ദേഹത്തിൻ്റെ ചില ശിഷ്യരുമായി നിൽക്കുന്ന സ്ഥാനത്തൂടെ കർത്താവ് കടന്നു പോകുമ്പോൾ ഇതാ ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് തനിക്ക് മുന്നോടിയായി വന്ന സ്നാപക യോഹന്നാൻ പറഞ്ഞ സാക്ഷ്യവാചകം കേട്ട് അന്ത്രയോസും മറ്റൊരു ശിഷ്യനും കർത്താവിനെ അനുഗമിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ തൻ്റെ ആന്തരിക വൃത്തത്തിൽപ്പെട്ട ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തവരെ എല്ലാവരെയും തന്നെ കർത്താവ് വ്യക്തിപരമായി തന്നെ അനുഗമിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയും അവരെ തന്നോടൊപ്പം കൂട്ടുകയും തൻ്റെ പഠന, പ്രസംഗ, രോഗസൗഖ്യ, കർത്താവ് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുന്നതിൽ അവരെ കൂടെ ചേർത്ത് പങ്കാളികളാക്കി മുമ്പോട്ട് പോകുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ പലരുടെയും ശിഷ്യന്മാരെ കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാന്റെ ശിഷ്യൻ, ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ യോഹന്നാന്റെ ശിഷ്യൻ, യോഹന്നാന് ശിഷ്യന്മാരുണ്ടായിരുന്നു. മോശയുടെ ശിഷ്യന്മാരെ കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പരീശന്മാരുടെ ശിഷ്യന്മാരെ കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ചുള്ള പരാമർശവും നമുക്ക് കാണുവാൻ കഴിയും. 1-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ നോക്കിയാൽ ആദ്യകാല വിശ്വാസികളെ എല്ലാം തന്നെ ശിഷ്യന്മാർ എന്ന് സംബോധന ചെയ്തിരുന്നതും നമുക്ക് കാണുവാൻ കഴിയും. പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം, 9-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം, 9-ാം അധ്യായത്തിൻ്റെ തന്നെ 30 വായിക്കുമ്പോൾ ക്രൈസ്തവരായി അന്ന് അവർക്ക് ആ പേര് ലഭ്യമായില്ലെങ്കിലും ആ വിശ്വാസധാരയിലേക്ക് വന്നവരെ എല്ലാവരെയും ശിഷ്യന്മാർ എന്ന് അഭിസംബോധന ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആരാണ് യേശുവിൻ്റെ ശിഷ്യൻ? അല്ലെങ്കിൽ എന്താണ് അവരുടെ യോഗ്യത? എന്താണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് ഇന്ന് രാത്രികാലത്തെ നമ്മുടെ ഒരു ചെറിയ ചിന്താവിഷയമാണ്. കർത്താവ് തന്നെ പറഞ്ഞ ഒരു ഭാഗം നമുക്കെല്ലാവർക്കും പരിചിതമാണത്. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ ഭാഗം കൂടെ ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. യേശുക്രിസ്തു ശിഷ്യന്മാരായി തന്നെ, ശിഷ്യന്മാരെന്നുള്ള ഒരു പ്രത്യേക പരാമർശമില്ല അവിടെ. ആരെങ്കിലും ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹിച്ചാൽ അവർ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അവര് തങ്ങളെ തന്നെ ത്യജിക്കാൻ മനസ്സുള്ളവരായിരിക്കണം. യേശുവിൻ്റെ ക്രൂശെടുക്കാനും മനസ്സുള്ളവരായിരിക്കണം. മകനെയോ മകളെയോ അപ്പനെയോ അമ്മയെയോ ആരെയും യേശുക്രിസ്തുവിനേക്കാൾ ഉപരി സ്വീകരിക്കുക, അല്ലെങ്കിൽ അവരോട് പ്രതിപത്തി ഉള്ളവരായിരിക്കുക എന്നതും നിഷിദ്ധമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ പ്രസംഗിക്കാൻ നമ്മൾ യോഗ്യരാണോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് നേരെ തന്നെയുണ്ട്. എന്നാൽ കർത്താവ് അതാണ് അതിൻ്റെ കണ്ടീഷനായി വെച്ചത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു ശാസ്ത്രി കർത്താവിനെ അനുഗമിക്കാൻ ആഗ്രഹിച്ചപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞത്, ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, കുറുനരികൾക്ക് കുഴിയുണ്ട്, മനുഷ്യപുത്രന് തലചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞ് അവനെ നിരുത്സാഹപ്പെടുത്തുകയും മറ്റൊരാള് തന്നെ അനുഗമിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുകയും അവൻ പോയി തൻ്റെ അപ്പനെ അടക്കട്ടെ എന്നാവശ്യപ്പെടുമ്പോൾ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ, നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് അവനെ ആഹ്വാനം ചെയ്യുന്നതും നമ്മൾ കാണുമ്പോൾ കർത്താവിന് വ്യക്തമായ ചില മാനദണ്ഡങ്ങളും തിരഞ്ഞെടുപ്പുകളുടെ രീതിയും ഉണ്ട് എന്ന് നമുക്ക് വളരെ അനായാസമായി മനസ്സിലാക്കുവാൻ കഴിയും. ഭാഗ്യവശാൽ നമുക്ക് കർത്താവിനെ അനുഗമിക്കാൻ കഴിഞ്ഞു.
അതുകൊണ്ടാണ് ഇന്ന് രാത്രികാലം അല്ലെങ്കിൽ ഏതൊക്കെ സമയപരിധികളിൽ നമ്മളായിരിക്കുന്നുവോ ആ സ്ഥാനത്ത് നമുക്ക് ഇന്ന് ഒരുമിച്ച് കൂടുവാനും ദൈവമുഖത്തേക്ക് നോക്കുവാനും ഇടയായത്. നമ്മൾ വായിച്ച ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ആരാണ് ശിഷ്യൻ എന്ന് ചോദിച്ചാൽ ഒന്നും ലഭ്യമല്ലെങ്കിലും കർത്താവിനെ അനുഗമിക്കുക അല്ലെങ്കിൽ അവനെ പിന്തുടരാൻ. ഹി ഈസ് എ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ പിന്തുടരാൻ മനസ്സുള്ള വ്യക്തി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രഥമമായ യോഗ്യതയായി നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അതാണ്, അവര് അനുഗമിപ്പാൻ മനസ്സുള്ളവരായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, അവനെ അനുഗമിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തീർച്ചയായും ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം കേൾവി വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. എന്താണ് ഈ കേൾവി എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, കാഴ്ചയാലെ അല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഒരു ദൈവ പൈതലിന്റെ മുമ്പോട്ടുള്ള ഗമനത്തെ സ്ഥിരമാക്കുന്നതും അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ ഉള്ള പ്രേരക ചാലക ശക്തി എന്ന് പറയുന്നത് കാഴ്ചയല്ല, മറിച്ച് കേൾവിയാണ്. ആമേൻ. ഇപ്രകാരം ഒരു ചെറിയ സംഭവ കഥയായിട്ട് തന്നെ ഒരു കാര്യം കേട്ടത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ പങ്കുവയ്ക്കട്ടെ. ഒരു അപ്പനും മകനും കൂടെ, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്, കാലം ഇത്രയും പുരോഗമിക്കുന്നതിന് മുന്നമേ അവർ രണ്ടുപേരും കൂടെ ഏതോ ഒരു ദേശത്തേക്ക് യാത്രയായി പോവുകയാണ്. അങ്ങനെ യാത്രയായി പോകുമ്പോൾ അവർ നദീതീരത്തുകൂടെ പോകുന്നു, വനാന്തരങ്ങളിൽ കൂടെയൊക്കെ യാത്ര ചെയ്ത് പോകുന്നു. ഏതോ ഒരു പ്രത്യേക സ്ഥാനത്ത് ചെന്നപ്പോൾ ഈ മകന് ഒരു താല്പര്യം തോന്നി, എനിക്ക് ഇച്ചിരൂടെ ഉൾപ്രദേശങ്ങളൊക്കെ ഒന്ന് പോയി കാണണമെന്നുണ്ട്, പൊക്കോട്ടെ എന്ന് അവൻ്റെ പിതാവിനോട് ചോദിച്ചപ്പോൾ പിതാവ് അവനോട് പറഞ്ഞു, നീ പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവന് പെട്ടെന്നൊരു ശങ്ക മനസ്സിൽ വന്നു, ഞാനൊരു പക്ഷെ വളരെ ദൂരെ പോയി എനിക്ക് വഴി തെറ്റുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ആ അപ്പൻ അവനോട് പറഞ്ഞു, അതിനെക്കുറിച്ച് നീ ആശങ്കപ്പെടണ്ട, ഓരോ മിനിറ്റിലും ഞാൻ നിന്റെ പേര് വിളിക്കും. എപ്പോൾ നിനക്ക് എൻ്റെ പേര് കേൾക്കാൻ കഴിയാത്ത സ്ഥാനത്ത് നീ എത്തുമോ അപ്പോൾ നിനക്ക് ബോധ്യപ്പെടും നീ എന്നിൽ നിന്ന് വളരെ അകലെയാണെന്ന്. അതുകൊണ്ട് ഞാൻ നിന്നെ വിളിക്കുന്നത് കേൾക്കാൻ കഴിയുന്ന സ്ഥാനം വരെ നിനക്ക് പോകാം എന്ന് പറഞ്ഞ് ആ അപ്പൻ മകനെ പറഞ്ഞയച്ചതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ വിശ്വാസ യാത്രയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ശിഷ്യഗണങ്ങളാണെങ്കിൽ നമ്മെ മുമ്പോട്ട് നയിക്കേണ്ടത് ലോകത്തുള്ള മറ്റൊന്നുമല്ല, ഒരു വാഗ്ദാനങ്ങളും ആരുടെയും ഒരു പ്രലോഭനവുമല്ല, മറിച്ച് നമ്മുടെ ആ നല്ല ഇടയന്റെ ശബ്ദം കേൾക്കുക എന്നുള്ളതാണ്. ആ ശബ്ദം കേട്ട് യാത്ര ചെയ്യുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റു പ്രതിസന്ധികളൊന്നും അതിനേക്കാൾ വലുതായി തീരുന്നില്ല. കാരണം അവരെ മുമ്പോട്ട് നയിക്കുന്നത്, അവരെ എനർജൈസ് ചെയ്യുന്നത്, അവർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നത് മറ്റാരുമല്ല, അവരുടെ ആ നല്ല ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ, അവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന യേശുവിൻ്റെ ശബ്ദം കേട്ടാണ് അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കവിടെ 3 കൂട്ടം ആളുകളെ കാണാനായിട്ട് കഴിയും. ഒരു കൂട്ടം ആളുകളെ കുറിച്ച് 12-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ യേശു ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറയുന്നത്, നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നവരായിരിക്കുന്നു, നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു. 12:27 നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു. അതായത് പുനരുത്ഥാനത്തിലൊന്നും വിശ്വാസമില്ലാത്ത സദൂക്യരായ ആളുകളെ കുറിച്ചുള്ള കർത്താവിൻ്റെ വേദനാജനകമായ ഒരു പരാമർശമാണത്. എന്നാൽ 34-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവനെക്കുറിച്ച് യേശുക്രിസ്തു പറയുന്നത്, നീ അധികം അകലത്തിലല്ലാത്തവനാണ് എന്നാണ്. എന്നാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരാള് തനിക്കുള്ളത് മുഴുവൻ ഭണ്ഡാരത്തിലിടുന്ന
ദൈവത്തെ അത്ര ആഴമായി സ്നേഹിക്കുന്ന, ദൈവ സാന്നിധ്യത്തിനും ആരാധനയ്ക്കും ദേവാലയത്തിനുമൊക്കെ അത്യധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിധവയായ സ്ത്രീയെയാണ്. അങ്ങനെ 3 കൂട്ടം ആളുകളെ നമ്മൾ അവിടെ കാണുന്നെങ്കിൽ തീർച്ചയായും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. നാം ദൈവത്തോട് വളരെയേറെ അകന്നു കഴിയുന്നവരാണോ, അഥവാ ഒത്തിരി അകലെയല്ല എന്ന് ദൈവം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്ന സ്ഥാനത്ത് നമ്മൾ നിൽക്കുന്നവരാണോ, അതോ ആ വിധവയെ പോലെ നമുക്കുള്ളതെല്ലാം തമ്പുരാന്റെ കരങ്ങളിൽ അർപ്പിച്ച് ആ മുഖത്തേക്ക് നോക്കി നമ്മൾ, അല്ലെങ്കിൽ ആ ശബ്ദം കേട്ട് നമ്മൾ യാത്ര ചെയ്യുന്നവരാണോ എന്ന് നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ആ ഇടയന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നത് എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ നടത്തിപ്പുകാരന്റെ ആ ശബ്ദം കേൾക്കാൻ കഴിയുന്നത്? മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു വേദഭാഗമാണ്. ആ ഭാഗം കൂടെ ഒന്ന് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ഇങ്ങനെയാണ്: ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നുവെന്ന് കർത്താവ് പ്രസ്താവിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പ്രസ്താവിച്ചതിന് ശേഷം നമ്മുടെ കർത്താവ് പറയുന്നതാണ്. അവിടെ 2 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഒന്ന്, യേശുവിൻ്റെ നുകം ഏൽക്കുക എന്നുള്ളതാണ്. 2, യേശുവിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. ആമേൻ. നുകമേൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിവുള്ള കാര്യമാണ്, അത് കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആവർത്തന പുസ്തകം 28-ാം അധ്യായം എൻ്റെ 48-ാം വാക്യം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അത് അടിമത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. അടിമത്വം ആ അർത്ഥത്തിലാണ് ആവർത്തന പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നെങ്കിലും അടിമത്വത്തെക്കാൾ ഉപരിയുള്ള ഒരു വിധേയത്വത്തിന്റെ മനസ്സാണ് ഈ നമുക്ക് അവിടെ, അതായത് ഈ നുകത്തിൽ അമിക്കപ്പെടുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുവാൻ കഴിയുന്നത്. അതുപോലെ കഠിന വേല എന്ന അർത്ഥത്തിൽ അതിനെ ചിത്രീകരിച്ചിട്ടുണ്ട്. വലിയ അധ്വാനം എന്ന നിലയിൽ അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ യോക്കിനെ, അല്ലെങ്കിൽ ഈ ഇതിനെ നുകത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2 ചേർത്ത് ബന്ധിക്കുന്ന, ഒരു കലപ്പയിൽ 2 മൃഗങ്ങളെ, ഒരേ ഇനത്തിൽപ്പെട്ട 2 മൃഗങ്ങളെ ചേർത്ത് ബന്ധിച്ചാൽ അവ ഒരുമിച്ച് നടന്നെങ്കിലേ പറ്റുകയുള്ളൂ. ആശയപരമായി ഒരുമിക്കാതെ എങ്ങനെയാണ് നടക്കാൻ കഴിയുക? അത് തിരുവെഴുത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ആ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് നമ്മൾ മോചനം നേടുക, നമ്മുടെ താല്പര്യങ്ങളിൽ നിന്ന് നമ്മൾ മോചനം നേടുക, നമ്മെ സമ്പൂർണമായി മറ്റൊരാൾക്ക് ഉപയോഗിക്കത്തക്കവണ്ണം അദ്ദേഹത്തോട് നമ്മൾ അമിക്കപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് യേശുവിൻ്റെ മനസ്സാവശ്യമാണ്, അങ്ങനെയുള്ളവർക്ക് യേശുവിൻ്റെ കാഴ്ചപ്പാട് ആവശ്യമാണ്, അങ്ങനെയുള്ളവര് യേശുവിനെ സമ്പൂർണമായി മാതൃകയാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായും ആ ഒരു ഏകീകരണം നമുക്ക് 2 കൊരിന്ത്യർ 6:14 നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത് എന്ന് കാണാൻ കഴിയും. എന്നാൽ ഇംഗ്ലീഷിൽ നമ്മളത് വായിക്കുമ്പോൾ ഡു നോട്ട് ബി അൺഈക്വലി യോക്ഡ് ടുഗദർ വിത്ത് അൺബിലീവേഴ്സ് എന്ന് പറയുമ്പോൾ ആ എത്രത്തോളം ചേർന്ന് വരുന്ന ഒരു ബന്ധത്തെയാണത് കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. തീർച്ചയായും നമ്മൾ ആരോട് ചേർന്നാണ് നടക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ആരോടാണ് സംയോജിപ്പിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, അമിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ മറ്റാരോടുമല്ല, വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനോടാണ്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റ് എന്നോട് പഠിപ്പീൻ എന്നാണ് കർത്താവ് അവിടെ കർത്താവിൻ്റെ പ്രസ്താവനയായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും
നമ്മൾ ക്രിസ്തുവിനോടുകൂടെ അമിക്കപ്പെട്ട് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. നിർബന്ധമായും നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ യേശുവിൽ നിന്ന് പഠിക്കുക. എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 31-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് രേഖപ്പെടുത്തി. തീർച്ചയായും നമ്മൾ ക്രിസ്തുവിൽ നിന്ന് പഠിക്കുക, നമ്മോടോ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുക എന്നുള്ളത് തീർച്ചയായും അത്യന്താപേക്ഷിതമായ കാര്യമല്ല. കാരണം ക്രിസ്തുവിന്റെ പൂർണ്ണമായ വെളിപ്പാട് തിരുവെഴുത്തിൽ കൂടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. തീർച്ചയായും നമ്മളോട് സംസാരിക്കേണ്ട മാനുഷിക ശബ്ദത്തെക്കാൾ ഉപരി മനുഷ്യരിൽ കൂടെ ദൈവവചന പ്രഭാഷണത്തിലൂടെ അവർ പഠിപ്പിക്കുന്നതിൽ കൂടെ നമുക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയും. തീർച്ചയായും അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ഇന്ന് രാത്രിയിൽ ഒരു പരിധി വരെ നമ്മൾ അതാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മോട് സംസാരിക്കേണ്ടത് മറ്റാരുമല്ല, ദൈവത്തിന്റെ വചനമാണ്. വചനം ജീവനും ശക്തിയുമുള്ളതാണ്. അവിടെ 1-2 കാര്യങ്ങൾ പറയാനുള്ള ഒരു പ്രേരണ എനിക്കുണ്ട്. പലപ്പോഴും പ്രഭാഷകന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് വചനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ചില വ്യർത്ഥമായ ശ്രമം നമ്മളുടെ ഇടയിൽ, വിശേഷാൽ പെന്തക്കോസ്തുകാരെന്ന പേരിൽ അറിയപ്പെടുന്നവരുടെ ഇടയിൽ ഉണ്ട് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. കാരണം പ്രഭാഷകന്റെ ആ വൈഭവം കൊണ്ടോ അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷയുടെ ആ പ്രത്യേകമായ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മോണോ ആക്റ്റോ മിമിക്രിയോ ഒക്കെ കാണിക്കാനുള്ള ആ പ്രത്യേകമായ സിദ്ധി വൈഭവം ഉള്ളത് കൊണ്ടോ ഒക്കെ വചനം ഉറപ്പിക്കപ്പെടും എന്ന് തെറ്റിദ്ധരിക്കരുത്. വചനത്തിന് അതിൽ തന്നെ ശക്തിയുണ്ട്. ശക്തിയുള്ളത് പ്രഭാഷകനല്ല, ശക്തിയുള്ളത് വചനത്തിനാണ്. ആ വചനം, ആ സത്യവചനം നമ്മൾ യഥാർത്ഥമായി പ്രസംഗിക്കുക എന്നുള്ളതാണ് ഓരോ വചന ശുശ്രൂഷക്കാരനെ കുറിച്ചും കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു കൊച്ചു ബാലകനുമായി ഒരു പിതാവ് ദേവാലയത്തിൽ പോകുന്ന പതിവുണ്ടായിരുന്നു. അവിടുത്തെ സാധാരണ സഭാ ശുശ്രൂഷകൻ വളരെയേറെ ഉയരമുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ പ്രത്യേക ദിവസം ഈ മകനും അപ്പനും കൂടെ പോകുമ്പോൾ അവിടെ ആ ഉയരമുള്ള സ്ഥിരം പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നില്ല. ഉയരം കുറഞ്ഞ മറ്റെവിടെ നിന്നോ വന്ന ഒരു പാസ്റ്ററാണ് അന്ന് അവിടെ പ്രസംഗിക്കുന്നത്. പ്രസംഗം എല്ലാം കഴിഞ്ഞു പോയപ്പോൾ ആ ബാലകൻ അപ്പനോട് ചോദിച്ചു, സാധാരണ നമ്മുടെ ദേവാലയത്തിന്റെ ആ പുറകുഭാഗത്തുള്ള കുരിശു മറയത്തക്കവണ്ണം അവിടെ നിന്ന് ഉയരമുള്ള പാസ്റ്റർ എവിടേക്ക് പോയി? ഇന്നാണ് ഒത്തിരി നാളിന് ശേഷം നമ്മുടെ പള്ളിക്കകത്തെ ആ കുരിശ് ഞാൻ കാണുന്നതെന്ന് ആ ബാലകൻ പിതാവിനോട് പറഞ്ഞ ഒരു കഥ കേട്ടിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും ഒത്തിരി ഉയരമുള്ളവരായി ക്രൂശിനെ മറയ്ക്കുന്ന ഒരു കാലഘട്ടത്തിൽ വന്നെത്തി നിൽക്കുമ്പോൾ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ച് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി നിൽക്കാൻ കഴിയുന്നെങ്കിൽ തീർച്ചയായും ദൈവവചനത്തിന് കൂടുതൽ ശക്തിയോടും ആഴത്തോടും നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നത്. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന വചനം എന്നാണ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ വിശുദ്ധ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ ദൈവവചനം എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽഗുണങ്ങൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും എല്ലാം പ്രയോജനപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മോട് സംസാരിക്കേണ്ടത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. ആമേൻ. ആ വചനം നമ്മെ യഥാർത്ഥ ശിഷ്യരാക്കി മാറ്റും. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആമേൻ. നമുക്കറിവുള്ള കാര്യമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങളിപ്പോൾ എന്നിൽ നിന്ന് കേട്ട ഈ വചനം മൂലം നിങ്ങൾ ശുദ്ധരായി തീർന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 63-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇത് ജീവിപ്പിക്കുന്ന വചനമാണ്,
എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം തന്നെ 5-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മനുഷ്യപുത്രന്റെ ശബ്ദം നമ്മളെ നിത്യജീവങ്കിലേക്ക് നയിക്കും എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ മാർഗദർശി കാലാകാലങ്ങളിൽ ആരെങ്കിലും നമ്മളോട് പറയുന്ന ആലോചനകളല്ല, ആരെങ്കിലും നമ്മെക്കുറിച്ച് പറയുന്ന അഭിപ്രായമല്ല, നമുക്ക് വ്യക്തമായ തിരുവെഴുത്തിന്റെ വെളിപ്പാട് ലഭ്യമായിട്ടുണ്ട്. ആ തിരുവെഴുത്തിൽ കൂടെയാണ് സർവശക്തൻ നമ്മോട് സംസാരിക്കുന്നത്. ഹയൻ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരന്റെ അനുഭവം, അത് സംഭവ കഥയാണ്, അല്ലാതെ ഭാവനയിൽ രൂപപ്പെടുത്തി എടുത്തതല്ല. രവി സക്കറായ എന്നു പേരുള്ള ആ ദൈവദാസൻ വിയറ്റ്നാമിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം ഇംഗ്ലീഷിൽ നിന്ന് വിയറ്റ്നാമി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ചെറുപ്പക്കാരന്റെ പേരാണ് ഹയൻ എന്ന ആ പേരിൽ അറിയപ്പെടുന്ന ആ ചെറുപ്പക്കാരൻ. അയാൾക്ക് ക്രിസ്തീയ വിശ്വാസത്തോട് വലിയ ആഭിമുഖ്യമായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയോട് അയാൾക്ക് അസാധാരണമായ ഒരു അഭിനിവേശമുണ്ടായിരുന്നു. രണ്ടായാലും അയാൾ രവി സക്കറായയുടെ പ്രസംഗം ആ കാലഘട്ടത്തിൽ അവിടെ പരിഭാഷപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. എന്നാൽ അയാളെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഒരു നോട്ടപ്പുള്ളിയായി ഈ ഹൈനെ കണക്കാക്കുകയും അവസരം കിട്ടിയപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്ത് കാരാഗ്രഹത്തിൽ ആക്കുകയും ചെയ്തു. കാരാഗ്രഹത്തിൽ അസാധാരണമായ പീഡനത്തിന് ഇരയായി തീർന്നു, വിധേയനായി തീർന്നു ഈ ഹയൻ. അദ്ദേഹം തന്റെ അനുഭവം, അദ്ദേഹമല്ല എഴുതിയിരിക്കുന്ന, രവിസക്കറായ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയിരിക്കുന്ന കാര്യമാണിത്. അപ്പോൾ ഈ ചെറുപ്പക്കാരനെ എല്ലാവരും, മറ്റ് സഹ തടവുകാരൊക്കെ അയാളെ ഉപദ്രവിക്കുമായിരുന്നു എന്ന് മാത്രമല്ല, ആ ജയിൽ വളപ്പിലുള്ള എല്ലാ കക്കൂസുകളും ലാട്രിൻ എല്ലാം കഴുകുന്ന ജോലി ഈ ഒറ്റ ഒരു ചെറുപ്പക്കാരനെ തന്നെ ഏൽപ്പിച്ചിരുന്നു. അവനെ ആകെക്കൂടെ അവന്റെ മൂലധനമായി ഉണ്ടായിരുന്നത് ഒരു വേദപുസ്തകമാണ്. അവനെ നിന്ദിക്കുന്നതിന് വേണ്ടിയും അപമാനിക്കുന്നതിന് വേണ്ടിയും ഈ ജയിലിലെ കൗൺസിലേഴ്സ് ഒക്കെ ഓരോ ദിവസവും അവന്റെ മുറിയിൽ വന്ന് അവനോട് പറയും, നീ പറയുന്ന പോലെ ഒരു ദൈവമില്ല, അങ്ങനെ ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇപ്പോൾ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, നീ ആ ദൈവത്തെ തള്ളിപ്പറ, അങ്ങനെയാണെങ്കിൽ നിനക്ക് സ്വതന്ത്രനായി പോകാമെന്ന് പറഞ്ഞ് അവനെ അങ്ങേയറ്റം ഹ്യൂമിലിയേറ്റ് ചെയ്ത് എല്ലാ ദിവസവും മറ്റുള്ളവർ ഒറ്റപ്പെടുത്തി മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പോലെയുള്ള ആഹാര സാധനങ്ങളൊന്നും അവന് കൊടുക്കാതെ അവനെ ഏറ്റവും അധികം വേദനിപ്പിച്ചു. അതിലെല്ലാം അവൻ പിടിച്ചു നിന്നു. എന്നാൽ ഏറ്റവും അധികം അവനെ പരിഹസിക്കുന്നതിന് വേണ്ടിയും അവനെ നിന്ദിക്കുന്നതിന് വേണ്ടിയും അവര് ചെയ്തത് എന്താണ് എന്ന് ചോദിച്ചാൽ, അവന്റെ വേദപുസ്തകത്തിന്റെ താളുകൾ ഓരോ ദിവസവും കീറി ഇവന് വൃത്തിയാക്കേണ്ട ആ കക്കൂസ് മാലിന്യങ്ങളോട് ചേർത്തിടുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ ഹയൻ വിചാരിച്ചു, ഇനി ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല, ഒരുപക്ഷെ ഇവര് പറയുന്നത് പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടായിരിക്കത്തില്ല, എനിക്ക് അബദ്ധം പറ്റിയതായിരിക്കുമെന്നൊക്കെ തോന്നി അവൻ വളരെ വിഷണ്ണനായി അവനെ ഏൽപ്പിച്ച ചുമതല, ആ കക്കൂസ് വൃത്തിയാക്കുന്ന ജോലിക്ക് വേണ്ടി പോയപ്പോൾ അവിടെ അഴുക്കൊക്കെ ഇടുന്ന ഒരു ബിന്നിൽ ഇവനെ എതിർക്കുന്ന ആളുകൾ വലിച്ചു കീറിയിട്ട ഒരു വേദപുസ്തകത്തിന്റെ ഭാഗം അവന്റെ കയ്യിൽ കിട്ടി. അത് ചുളുക്കി അഴുക്കാക്കിയിട്ടിരുന്നതാണ്. അവന് അത് നിവർത്ത് വായിച്ചു. ആ വേദഭാഗം റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 26 മുതലുള്ള വേദഭാഗങ്ങളായിരുന്നു. നമുക്കറിയാവുന്ന വേദഭാഗമാണത്. അതുകൊണ്ട് ഞാൻ അതിന്റെ എല്ലാ ഭാഗവും വായിക്കുന്നില്ലെങ്കിലും അവന്റെ ശ്രദ്ധയിൽപ്പെട്ട ആ വേദഭാഗം ഇതായിരുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ 31 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അവനെ പരിഹസിക്കുന്നതിന് വേണ്ടിയും അവനെ അവിശ്വാസിയാക്കി മാറ്റുന്നതിന് വേണ്ടിയും അവർ വലിച്ചെറിഞ്ഞ ആ വേദഭാഗം അവന്റെ ജീവിതത്തിന് ചൈതന്യം പകർന്നു. അവന്റെ കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അത്ഭുതകരമായി അവൻ ആ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ചെന്ന അവിടെ നിന്ന് രവി സക്കറിയായെ അവൻ ഫോൺ ചെയ്യുമ്പോഴാണ് രവി സക്കറിയായും ഈ വിവരം മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നത്.
ദൈവത്തിൻ്റെ വചനം ശക്തിയുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്. നമുക്ക് കേൾക്കേണ്ടത് മറ്റൊരു ശബ്ദവുമല്ല, ആ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ ശബ്ദം. അത് കേൾക്കുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. അതോർത്ത് ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മൾ വചനത്തോട് കൂട്ട് ചേർക്കുന്നവരാകുവാൻ ഇടയാകാതെ, നമ്മുടെ വൈഭവം വചനത്തിൻ്റെ ആ തെളിച്ചം നഷ്ടപ്പെടുവാൻ കാരണമായി തീരാതെ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം വിളിച്ചു പറയുവാനുള്ള പ്രാഗൽഭ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മറ്റൊരു കാര്യം, എന്താണ് നമുക്ക് ഒരു ശിഷ്യന്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്? ശിഷ്യന്റെ ജീവിതത്തിൽ നമുക്ക് അടുത്തതായി കാണാൻ കഴിയുന്നത് പ്രാർത്ഥന എന്നുള്ളതാണ്. ആമേൻ, ഹല്ലേലൂയ. ദൈവ വചനം കേൾക്കുന്നത് പോലെ തന്നെ നമുക്കൊരു യഥാർത്ഥ ശിഷ്യനായി നിൽക്കാൻ അത്യന്താപേക്ഷിതമായ കാര്യമാണ് പ്രാർത്ഥന. അത് സംബന്ധിച്ചും ഒരു അല്പകാര്യങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാനുള്ള പ്രേരണ, നിങ്ങൾ തന്ന സമയത്തിനകം പറയാനുള്ള പ്രേരണ എനിക്കുണ്ട്. എന്താണ് പ്രാർത്ഥന? എന്താണ് പ്രാർത്ഥന എന്നുള്ളത് അറിയാൻ പാടില്ലാത്ത ഒരു സദസ്സിനോടല്ല, അല്ലെങ്കിൽ ഒരു സമൂഹത്തോടല്ല എന്ന് രാത്രികാലം ഞാൻ സംസാരിക്കുന്നത്. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ജീവിതത്തിലേക്കും ചുറ്റുപാടിലേക്കും ദൈവത്തിന് പ്രവേശിക്കാനുള്ള താക്കോലാണ് പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ദൈവത്തിന് പ്രവേശിക്കാനുള്ള താക്കോലാണ് പ്രാർത്ഥന. ആമേൻ. നമ്മൾ പെന്തക്കോസ്തുകാർ, ഞാനോട് ഉൾപ്പെടെയുള്ള പെന്തക്കോസ്തുകാരായ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥന ക്ഷിപ്രമായി നമ്മുടെ കാര്യങ്ങൾ സാധിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് കാണുന്നത്. പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, രോഗമുണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. രോഗസൗഖ്യം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ചെറിയ കാര്യമായി നമ്മൾ പ്രാർത്ഥനയെ ചുരുക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ചുരുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥനയെക്കുറിച്ച് ഒരാൾ പറഞ്ഞിരിക്കുന്നത് പ്രേയർ ഈസ് എ ടു വേ കമ്മ്യൂണിക്കേഷൻ എന്നാണ്. നമ്മൾ മാത്രം സംസാരിക്കുന്നതല്ല. നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പറയാം, നമ്മുടെ ആവലാതികൾ പറയാം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുക അത്രേ വേണ്ടത്. തീർച്ചയായും നമ്മളത് ചെയ്യേണ്ടതാണ്, അത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ നമുക്ക് ചിലത് കേൾക്കേണ്ടതായിട്ടൂടെ ഉണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും നമ്മൾ വിസ്മരിച്ചു പോകുവാൻ ഇടയാകരുത്. പ്രേയർ ഈസ് സറണ്ടർ. നമ്മെ തന്നെ നമ്മൾ ദൈവഹിതത്തിന് സമർപ്പിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്നുള്ളത്. ഒരുപക്ഷെ മോണിക്ക എന്ന വനിതാരത്നത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സെയിന്റ് അഗസ്റ്റിൻ എന്ന പേരിൽ അറിയപ്പെട്ടു വരുന്ന ആ വലിയ വേദശാസ്ത്രജ്ഞൻ, അനുഗ്രഹീതനായ ആ ദൈവദാസന്റെ മാതാവ് മൊണീക്ക തൻ്റെ മകന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം അത്ര അധാർമികമായ ഒരു ജീവിതം നയിച്ചിരുന്ന വ്യക്തിയായിരുന്നു സെയിന്റ് അഗസ്റ്റിൻ. അദ്ദേഹം സെയിന്റ് ആകുന്നതിന് മുന്നമേ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം റോമിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ മൊണീക്ക എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യം, കർത്താവെ, എൻ്റെ മകൻ ലോകത്ത് എവിടേക്ക് പോയാലും അവൻ റോമിലേക്ക് പോകരുത്. ഞങ്ങൾ പാർക്കുന്ന ഇതുപോലെ ഒരു ഗ്രാമപ്രദേശത്ത് ജീവിച്ചിട്ട് അവൻ ഇത്രയേറെ വഷളായ ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ റോം പോലെയുള്ള ഒരു പട്ടണത്തിൽ ചെന്നാൽ എൻ്റെ മകന്റെ ജീവിതം ഏറ്റവും ദുഷിച്ചതായി തീരും എന്ന് ആഗ്രഹിച്ച്, അല്ലെങ്കിൽ ആ ചിന്തയിൽ റോമിലേക്ക് അവനെ പറഞ്ഞയക്കരുതേ എന്ന് പറഞ്ഞാണ് മൊണീക്ക പ്രാർത്ഥിച്ചത്. പക്ഷെങ്കിൽ അഗസ്റ്റിൻ റോമിലേക്ക് തന്നെ പോയി. ആ റോമിൽ അവിടെ എംബ്രോസ് എന്ന പേരുള്ള ഒരു ബിഷപ്പുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം മാനസാന്തരത്തിലേക്ക് വരുന്നത്. അപ്പൊ പ്രാർത്ഥന തമ്പുരാൻ നമ്മുടെ ഹൃദയം വായിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൊണീക്കയുടെ യഥാർത്ഥ ആഗ്രഹം മകന്റെ മാനസാന്തരമായിരുന്നു. അതിന് തടസ്സമായി അദ്ദേഹം റോമിലേക്ക് പോകാൻ ഇടയാകരുത് എന്നാണ് ആ അമ്മ പ്രാർത്ഥിച്ചതെങ്കിൽ അവൻ അവിടേക്ക് തന്നെ പോയെങ്കിലും ആ അമ്മയുടെ ഹൃദയം തമ്പുരാൻ വായിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയം ദൈവം വായിക്കുന്ന മേഖലയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എനിക്ക് വ്യാജമായി പ്രസംഗിക്കാൻ കഴിയും, എനിക്ക് വ്യാജമായി സാക്ഷ്യം പറയാൻ കഴിയും, എനിക്ക് വ്യാജമായി എന്തു വേണമെങ്കിലും മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്ക് ആ രീതിയിൽ കൊണ്ടുവരാൻ കഴിയും.
എന്നാൽ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് വ്യാജം സാധ്യമല്ല. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് അഭിനയം സാധ്യമല്ല. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് ഒരു പ്രകടനവും സാധ്യമല്ല. എൻ്റെ പ്രാർത്ഥനാ മുറി എന്നെ ഉള്ളവണ്ണം തമ്പുരാൻ കാണുന്ന സ്ഥാനമാണ് എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ അതാത് സമയത്തെ കാര്യങ്ങൾ അപ്പോഴപ്പോൾ സാധിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ സൃഷ്ടിതാവുമായിട്ടുള്ള നമ്മുടെ സംഭാഷണമാണ്, അദ്ദേഹം പറയുന്നത് കേൾക്കാനുള്ള അവസരമാണ് പ്രാർത്ഥന എന്നുള്ളത് ഓർക്കുക. നാം എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കേണ്ടവരാണ്. ദൈവവുമായുള്ള നമ്മുടെ കൂട്ടായ്മ ബന്ധം ഏറ്റവും അധികം ശക്തിപ്പെടുന്ന സ്ഥാനം നമ്മുടെ പ്രാർത്ഥനാ മുറിയാണ്. നോ പ്രീച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ ഹിസ് പ്രയർ ലൈഫ്. അങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രസംഗകനും അയാളുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കാൾ വലിയവനല്ല. നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ യഥാർത്ഥ സ്ഥിതി തമ്പുരാൻ കാണുന്നത് നമ്മുടെ പ്രാർത്ഥനാ മുറിയിലാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാകുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമല്ല, നമ്മെ വെടിപ്പാക്കി എടുക്കുവാൻ, നമ്മെ ശുദ്ധീകരിച്ചെടുക്കുവാൻ, നമ്മെ ഉള്ളവണ്ണം തമ്പുരാന് കാണത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ നമ്മൾ അതിൻ്റെ താക്കോൽ തമ്പുരാനെ ഏൽപ്പിക്കുന്നതാണ് പ്രാർത്ഥന. അതിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം പറയുവാൻ എനിക്ക് വളരെയേറെ പ്രേരണയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഇടയിലൊന്നും അധികമായി പരാമർശിക്കപ്പെടുന്ന പേരല്ല, ഡെയ്ട്രിക് ബോൺഹെയ്ഫർ. അറിയാവുന്നവരുണ്ട് തീർച്ചയായും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നതിൽ അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നവരുണ്ട്. അത് നമ്മുടെ ഇടയിലൊന്നും സാധാരണയായി പ്രസംഗിക്കുന്ന, പ്രാർത്ഥിച്ചു ഉടനെ തന്നെ മറുപടി വന്നു, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ ചില പ്രസംഗകരൊക്കെ പറയുന്നത് പോലെ നീ വേദപുസ്തകം ഉയർത്തിയാൽ വേദപുസ്തകം നിന്നെ ഉയർത്തും, നീ പോയിട്ടില്ലാത്ത രാജ്യത്തേക്ക് നിന്റെ തലമുറകളെ പറഞ്ഞയക്കും എന്ന് മാത്രമല്ല നിന്റെ തലമുറകൾ പുരാതന ശൂന്യങ്ങളെ പണിയും. ഇങ്ങനെയുള്ള ഫോർച്യൂൺ ടെല്ലിങ്ങിനൊക്കെ വളരെയേറെ പ്രാധാന്യമുള്ള, അങ്ങനെയുള്ളവരൊക്കെ പ്രഗത്ഭരായ പ്രസംഗകരായിട്ടൊക്കെ അറിയപ്പെടുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദുഷ്കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ബേൺഹെയ്ഫറിനെ കുറിച്ച് എന്നെ കേൾക്കുന്ന ആളുകളോട് ഒന്ന് സൂചിപ്പിക്കാനുള്ള പ്രേരണ എനിക്കുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നവരുമുണ്ട്. ലൂതറൻ സഭയിൽപ്പെട്ട ആളായിരുന്നു ഈ ബോൺഹെയ്ഫർ ജർമ്മനിയിൽ. അപ്പോൾ ഹിറ്റ്ലർ അവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം ലൂഥറൻ സഭ, യഹൂദന്മാരോടുള്ള വെറുപ്പും വിദ്വേഷവുമായിരുന്നല്ലോ ആ ഭരണത്തിൻ്റെയൊക്കെ അടിസ്ഥാന ശില എന്ന് പറയുന്നത്. ലൂഥറൻ സഭ ഔദ്യോഗികമായി ഹിറ്റ്ലറെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ലൂഥറൻ സഭയ്ക്കകത്തൊരു പിളർപ്പുണ്ടായി. അതിനുശേഷം കൺഫസിംഗ് ചർച്ച് എന്ന പേരിൽ ബോൺഹെയ്ഫർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് ഒരു പുതിയ പ്രസ്ഥാനത്തിന് രൂപം നൽകുവാൻ ഇടയായി തീർന്നു. അത് ഹേതുവായി അദ്ദേഹം അധികം താമസിക്കാതെ ഗെസ്റ്റപ്പോ, ഹിറ്റ്ലറുടെ പോലീസ് അദ്ദേഹത്തെ അകത്താക്കി. അതികഠിനമായി അദ്ദേഹം പീഡിപ്പിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ജയിൽ മുറിയിലായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെയേറെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതിനെ കുറിച്ച് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞ ഒരു ന്യായീകരണം ഇതാണ്: നമുക്ക് പൊതു ആരാധനയും ഉണ്ട്, അവിടെ നമ്മൾ പ്രാർത്ഥിക്കും, പ്രാർത്ഥനയുടെ ആവശ്യകതയുണ്ട്. എന്നാൽ നിശബ്ദമായ ഒരു സമയം, സോളിറ്റ്യൂഡ് എന്നാണ് ഇംഗ്ലീഷിലുള്ള വാക്ക്, അതിന് നിശബ്ദത എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായ ഒരർത്ഥമുണ്ട്. പക്ഷെ അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പലപ്പോഴും ആ ജയിൽ മുറിയിൽ സോളിറ്റ്യൂഡ്, ഏകാന്തതയിൽ ദൈവവുമായി സംഭാഷിച്ചാണ് അദ്ദേഹത്തിൻ്റെ സമയം ചെലവഴിച്ചതെന്ന് താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് 3 പർപ്പസ്. അങ്ങനെ താൻ ഈ സോളിറ്റ്യൂഡിൽ ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചതിന് 3 ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നിതാണ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ വചന ധ്യാനം. ഏതെങ്കിലും ഒരു വേദഭാഗം വായിക്കുകയും അത് ധ്യാനിക്കുകയും അതിൽ കൂടെ സർവശക്തൻ നമ്മോട് സംഭാഷിക്കുകയും അല്ലെങ്കിൽ സംവാദിക്കുകയും ചെയ്യാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ്. അത് തീർച്ചയായും പ്രാർത്ഥനയിലേക്ക് നയിക്കും എന്ന് മാത്രമല്ല, ആ പ്രാർത്ഥന അവസാനിക്കുന്നത് ഒരു ഇന്റർസെഷൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരാത്മീക നിലവാരത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടാൻ കാരണമായി തീരും എന്നുള്ളതാണ്. ഓർക്കുക, സത്യത്തിന് വേണ്ടി നിന്നതുകൊണ്ട് അല്ലെങ്കിൽ തനിക്ക് വേദപുസ്തക പ്രകാരം ശരിയെന്ന് ബോധ്യമുള്ള കാര്യത്തിന് വേണ്ടി നിന്നതുകൊണ്ട്
കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. കാരാഗ്രഹത്തിൽ നിന്ന് അദ്ദേഹത്തെ കൊല്ലാൻ കൊണ്ടുപോവുകയാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം സഹ തടവുകാരോട് പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ്: ദിസ് ഈസ് ദി എൻഡ്, ദിസ് ഈസ് ദി എൻഡ്, ബട്ട് ഫോർ മീ ദ ബിഗിനിങ് ഓഫ് ലൈഫ്. ഇത് ഒരവസാനമാണ്, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത ജീവിതത്തിൻ്റെ ആരംഭമാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം മരണത്തിൻ്റെ ആ മുഖത്തേക്ക് നോക്കുവാൻ പട്ടാളക്കാരുടെ അകമ്പടിയോടുകൂടെ കടന്നു പോകുന്നത്. 39 വയസ്സിൽ ഹിറ്റ്ലർ എന്ന നീചനായ മനുഷ്യൻ ആ പ്രാർത്ഥനാ മനുഷ്യനെ കൊന്നു. പ്രാർത്ഥനയെല്ലാം അതാത് സമയത്ത് പ്രതിഫലം ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള ഒരു എളുപ്പ വഴിയോ ഒരു കുറുക്കു വഴിയോ അല്ല. നമ്മുടെ ആവശ്യങ്ങളെല്ലാം അതുപോലെ നിറവേറപ്പെടാൻ വേണ്ടി മാത്രമുള്ള ഒരു അധര വ്യായാമമല്ല പ്രാർത്ഥന. നമ്മെ സമ്പൂർണമായി ദൈവഹിതത്തിനു വേണ്ടി സമർപ്പിക്കാൻ കഴിയുന്നതാണ് പ്രാർത്ഥന. ഓസ്വാൾഡ് ചേംബേഴ്സ് എന്നു പേരുള്ള ദൈവദാസൻ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞ 2 വാചകങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ് പ്രയർ ചേഞ്ചസ് തിങ്സ്. ഇറ്റ് ഈസ് നോട്ട് ട്രൂ that prayer changes things, as that prayer changes us and then we change things. അത് നമുക്ക് എത്രത്തോളം യോജിക്കാൻ കഴിയും എന്ന് എനിക്കറിയില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളുടെ അർത്ഥം ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ് പ്രയർ ചേഞ്ചസ് തിങ്സ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവങ്ങളെല്ലാം മാറുന്നു എന്നുള്ളത് ഒരിക്കലും ഒരു യാഥാർത്ഥ്യം, സത്യസന്ധമായ കാര്യമല്ല. മറിച്ച് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥനയിൽ നമ്മൾ വ്യത്യാസപ്പെടുകയും പിന്നീട് നമുക്ക് കാര്യങ്ങളെ വ്യത്യസ്തമായി കാണാൻ കഴിയുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ തന്നെ സാഹചര്യങ്ങളെ മാറ്റിയെടുക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: യു കനോട്ട് പ്രേ ആൻഡ് റിമെയിൻ ദ സെയിം. നിങ്ങൾ പ്രാർത്ഥനാ മനുഷ്യനാണെന്ന് പറയുകയും നിങ്ങൾ ആയിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് തുടരാനും സാധ്യമല്ല. യു കനോട്ട് പ്രേ ആൻഡ് റിമെയിൻ ദ സെയിം. പ്രാർത്ഥിക്കുകയും അതേ രീതിയിൽ നിങ്ങൾക്ക് തുടരുക സാധ്യമായ കാര്യമാണ്. പ്രാർത്ഥന നമ്മെ വ്യത്യാസപ്പെടുത്തുന്നതാണ്. നമ്മുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുന്ന, നമ്മുടെ കാഴ്ചയെ വ്യത്യാസപ്പെടുത്തുന്ന, നാം ആരോട് ചേർന്ന് അമിക്കപ്പെട്ടിരിക്കുന്നുവോ ആ ആളിൻ്റെ മനസ്സ് രൂപീകരിക്കപ്പെട്ട് മറ്റുള്ളതിനേക്കാളെല്ലാം ഉപരി നമ്മുടെ കർത്താവിനെ സേവിക്കുന്നവരായി നമ്മൾ മുമ്പോട്ട് പോകത്തക്കവണ്ണം ആയിത്തീരുക എന്നുള്ളതാണ് പ്രാർത്ഥന കൊണ്ട് അർത്ഥമാക്കുന്നത്. തീർച്ചയായും ദൈവവചന കേൾവി അത്യന്താപേക്ഷിതമാണ്. വചനത്തിന്റെ ധ്യാനം അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. അത് കാര്യസാധ്യത്തിന്റെ കുറുക്കു വഴിയല്ല, നമ്മെ ദൈവസന്നിധിയിൽ തൻ്റെ ഹിതത്തിനായി സമർപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് അറിവുള്ളതാണ്. ആമേൻ, ഹല്ലേലൂയ. മറ്റൊരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത് സ്നേഹം എന്നുള്ളതാണ്. നോക്കൂ, നമുക്ക് യോഹന്നാന്റെ സുവിശേഷം തന്നെ 13-ാം അധ്യായം അതിൻ്റെ 34-ഉം 35-ഉം വാക്യങ്ങൾ ഒന്ന് നോക്കാം. ഞാൻ തന്നെ ആ ഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 34-ഉം 35-ഉം വാക്യങ്ങൾ: നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. ഇപ്പൊ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവരാണെങ്കിൽ എൻ്റെ ശിഷ്യന്മാരാണ് എന്നെല്ലാവരും അറിയും. നമ്മൾ അന്യഭാഷ പറയുന്നത് കൊണ്ട് ശിഷ്യന്മാരാണ് എന്ന് അറിയും എന്നല്ല. നമ്മളെ ഒരു യോഗവും മുടക്കാതെ പോകുന്നു എന്നുള്ളത് കൊണ്ട് ശിഷ്യന്മാരാണ് എന്നറിയുമെന്നല്ല. ചിലതൊക്കെ കൊണ്ട് അറിയാനും അറിയിക്കാനും ഒക്കെ കഴിയുമെങ്കിലും കർത്താവ് പറഞ്ഞ പല അടയാളങ്ങളിൽ ഒന്ന് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്നുള്ളതാണ്. സ്നേഹം എന്താണ് എന്നറിയാവുന്നവരാണ് നമ്മൾ. സ്നേഹത്തിനൊരു നിർവചനം തരിക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ വ്യക്തമായൊരു നിർവചനം, ചെറിയ വാക്കുകളിലല്ല ദീർഘമായ ഒരു നിർവചനം നമുക്കവിടെ കാണാൻ കഴിയും. നമുക്കത് അറിവുള്ളതാണ്. എന്നാൽ C.S. ലൂയിസ് എന്ന ആ ചിന്തകൻ, ആ എഴുത്തുകാരൻ, അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ്: ലവ് ഈസ് വില്ലിംഗ് ദി അൾട്ടിമേറ്റ് ഗുഡ് ഫോർ ദി അതർ പേഴ്സൺ. ലവ് ഈസ് willing the, or love is the willingness of the
അൾട്ടിമേറ്റ് ഗുഡ് ഫോർ ദി അതർ പേഴ്സൺ. മറ്റൊരാളിൻ്റെ ഏറ്റവും ഉന്നതമായ നന്മ, അതിൽ നമ്മൾ അസ്വസ്ഥതയില്ലാത്തവരാകുക, അല്ലെങ്കിൽ അതിന് നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നവരാകുക, മനസ്സുള്ളവരാകുക. അതാണ് സ്നേഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാഷ്യം, നമുക്കെല്ലാം നമ്മുടേതായ നിർവചനങ്ങളുണ്ട്, അതുണ്ടാക്കിയെടുക്കാൻ കഴിയുന്നവരുമാണ്. വേദപുസ്തകം നമുക്ക് വളരെ വ്യക്തമായി സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ നൽകുന്നുണ്ട്. ഞാൻ മുമ്പേ സൂചിപ്പിച്ച സെയിന്റ് അഗസ്റ്റിൻ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഹാസ് ഹാൻഡ്സ് ടു ഹെൽപ്പ് അതേഴ്സ്. അവരെ സഹായിക്കാനുള്ള കൈകളുണ്ട് സ്നേഹത്തിന്. ഇറ്റ് ഹാസ് എ ഫീറ്റ് ടു ഹേസ്റ്റൻ ടു ദ പുവർ ആൻഡ് നീഡി. ആവശ്യക്കാരനും ദരിദ്രനുമായവനെ സഹായിക്കാൻ ഓടിയെത്തത്തക്കവണ്ണം നമ്മുടെ കാലുകളെ ബലപ്പെടുത്തുന്നതാണ് സ്നേഹം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇറ്റ് ഹാസ് ദ ഐസ് ടു സീ മിസറി ആൻഡ് വാണ്ട്. ദുഃഖിതരും പീഡിതരുമായ ആവശ്യത്തിലായിരിക്കുന്ന ആളുകളെ കാണാൻ നമ്മുടെ കണ്ണുകളെ തുറക്കുന്നതാണ് സ്നേഹം എന്ന് അദ്ദേഹം സെയിന്റ് അഗസ്റ്റിൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ് ഹാസ് ദ ഇയേഴ്സ് ടു ഹിയർ ദ സൈസ് ആൻഡ് സോറോസ് ഓഫ് മെൻ. മറ്റു മനുഷ്യന്റെ ദുഃഖവും പരിതാപകരമായ സ്ഥിതിയും കേൾക്കാൻ നമ്മുടെ കാതുകളെ സഹായിക്കുന്നതാണ് സ്നേഹം എന്ന് സെയിന്റ് അഗസ്റ്റിൻ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ, സ്നേഹം എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കുറെ ആളുകളുടെ തോളിൽ കൈയിട്ട് നമ്മൾ നടക്കുന്നു എന്നുള്ളതല്ല. മറിച്ച് ഞാൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ നിന്നുള്ള നിർവചനത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ, നമുക്കറിയാവുന്ന ഭാഗമാണ്. എന്നാൽ യഥാർത്ഥ സ്നേഹം വെളിപ്പെടണമെങ്കിൽ ചിലതൊക്കെ ആബ്സെന്റ് ആയിരിക്കണം. യഥാർത്ഥ സ്നേഹം വെളിപ്പെടണമെങ്കിൽ ചിലതുണ്ടായിരിക്കാൻ പാടില്ല. അതിനെക്കുറിച്ചും 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓരോ വാക്കിലൊന്ന് പറഞ്ഞു മുമ്പോട്ട് പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, അസൂയ പാടില്ല. അസൂയയുള്ളിടത്ത് ഒരിക്കലും തികഞ്ഞ സ്നേഹം രൂപപ്പെടത്തില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അസൂയയെക്കുറിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ അത് സംബന്ധിച്ചൊക്കെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുള്ളത് ഇതാണ്: ഏറ്റവും കൂടുതൽ മനുഷ്യനിൽ അസൂയ വർദ്ധിതമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം തങ്ങളെ തന്നെ പെരുക്കി കാണിക്കാൻ കഴിയുന്ന ഒരു സാധ്യതയാണ് ഈ സമൂഹ മാധ്യമം നമ്മുടെ മുമ്പിൽ തരുന്നത്. ഏറ്റവും ചെറിയ മനുഷ്യർക്ക് പോലും തങ്ങളെ ഏറ്റവും വലിയ മനുഷ്യരാക്കി ചിത്രീകരിക്കാൻ കഴിയുന്ന അങ്ങനെയുള്ള അനവധി കഥകളും കാഴ്ചകളും നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ ഓരോ ദിവസവും നമ്മുടെ കയ്യിൽ വന്നെത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് തീർച്ചയായും അസൂയയിലേക്കും കമ്പാരിസണിലേക്കും, നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതവുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തി നമ്മൾ ചെറുതായി പോയി എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ കടന്നുകയറ്റം വന്നിരിക്കുന്നത്. അപ്പൊ അതിനെയെല്ലാം നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മളും എല്ലാം ഒരു പരിധിവരെ അതിൻ്റെ അടിമകളായി മാറുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഓർക്കുക, അസൂയയുള്ള ഒരാൾക്ക് യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ കഴിയുകയില്ല. നിഗളിക്കുന്ന ഒരാളിന് സ്നേഹിക്കാൻ സാധ്യമല്ല. സ്വയപ്രശംസയുള്ള ഒരാളിന് മറ്റുള്ളവരെ ഹൃദയപൂർവ്വം സ്നേഹിക്കാൻ സാധ്യമല്ല. നമുക്കറിയാമല്ലോ, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിവീൻ. മനുഷ്യർ സ്വസ്നേഹികളും അമ്പയപ്പന്മാരെ അനുസരിക്കാത്തവരും വമ്പ് പറയുന്നവരും. വളരെയേറെ ആ വമ്പ് കേൾക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എല്ലാത്തിൻ്റെയും അവസാന വാക്ക് വരുമ്പോൾ ഞാനൊരു വലിയ സംഭവമാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ലളിതമായ ജീവിത ലക്ഷ്യം എന്ന് തോന്നത്തക്കവണ്ണമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. അത് വേദനയോടുകൂടെ നമ്മൾ സമ്മതിക്കേണ്ട ഒരു കാര്യമാണത്. ഞാൻ മറ്റുള്ളവനേക്കാളൊക്കെ ശ്രേഷ്ഠനാണ്, മറ്റുള്ളവനേക്കാൾ എല്ലാ അർത്ഥത്തിലും മെച്ചമാണ്, വിജയിയാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ മാധ്യമങ്ങളിലൊക്കെ കിടന്ന് ജീവിതം പാഴാക്കുന്ന അനവധി ആളുകളെ നമ്മൾ കാണുന്ന ഒരു കാലഘട്ടത്തിലാണ്. മറ്റൊന്ന്, മറ്റുള്ളവനെ അപമാനിക്കുന്നവർക്ക് സ്നേഹിക്കാൻ സാധ്യമല്ല. സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം, തങ്ങൾക്ക് വേണ്ടി തന്നെ മാത്രം ജീവിക്കുന്ന ആളുകൾ, തങ്ങളെ തന്നെ തീറ്റുന്നവർ എന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെയുള്ള ആളുകൾ, അവർക്ക് സ്നേഹിക്കാൻ സാധ്യമല്ല. സ്നേഹത്തിൻ്റെ കോപം, യഥാർത്ഥത്തിലുള്ള കോപം, വേദപുസ്തകം അനുവദിക്കുന്ന കോപമുണ്ട്, അത് നമുക്കറിവുള്ളതാണ്. നമ്മുടെ കർത്താവ് അത്യാവശ്യത്തിനൊക്കെ കോപിച്ച ആളാണ്. പക്ഷെ അതിൻ്റെ പിൻപിലൊക്കെ ന്യായമായ ധാർമ്മികമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നും നമുക്കറിയാം. ഇങ്ങനെയുള്ള ശീലമുള്ളവർക്ക് സ്നേഹിക്കാൻ സാധ്യമല്ല.
തെറ്റുകൾ മറ്റുള്ളവരുടേത് അക്കമിട്ട് കൂട്ടിവെക്കുന്നവർക്കും സ്നേഹിക്കാൻ സാധ്യമല്ല. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞത് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം, നിങ്ങൾ അത്യാവശ്യമായി സ്നേഹിക്കേണ്ടതാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നിർഭാഗ്യവശാൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, യജമാനൻ വരാൻ താമസിക്കുന്നുവെന്നറിഞ്ഞ് കൂട്ടുവേലക്കാരെ അടിക്കാൻ മടിയില്ലാത്ത ആളുകൾ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം അറിയണമെങ്കിൽ, അംഗീകരിക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്ന് സ്നേഹമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ അല്പം ത്യാഗം ആവശ്യമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ തലക്കനം കുറയേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ അവരും മനുഷ്യരാണെന്ന് അംഗീകരിക്കാനുള്ള ഹൃദയം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഒരു ശിഷ്യന്റെ യഥാർത്ഥ ഹൃദയം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ഹൃദയമാണ്. തന്നെ ചുംബനത്തിൽ കൂടെ ഒറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി കടന്നു വന്ന യൂദായോട്, സ്നേഹിത നീ വന്ന കാര്യം എന്ത് എന്ന് ചോദിക്കാൻ കഴിയുന്ന കർത്താവിന്റെ സൗമ്യതയിലേക്ക് വളർത്തപ്പെടാൻ നമുക്ക് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ടെങ്കിലും നമ്മൾ ആ നിലവാരത്തിലേക്ക് വളരുന്നവരാകുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആരെയാണ് സ്നേഹിക്കേണ്ടത്? നമ്മളുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ സ്നേഹിക്കുക, പ്രിയപ്പെട്ടവരെയൊക്കെ സ്നേഹിക്കുക എന്നുള്ളതല്ല കർത്താവ് നമുക്ക് കാണിച്ച മാതൃകയും കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നതും. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ എന്ന് മാത്രമല്ല, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഇതാണ് നമ്മുടെ കർത്താവ് ശിഷ്യന്മാർ എന്ന നിലയിൽ നമ്മെ പഠിപ്പിച്ചത്. നിത്യജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാൻ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മുടെ ജീവിത അഭിലാഷം അതായിരിക്കണം. കർത്താവെ, ക്രിസ്തു എന്ന തലയോളം വളർത്തപ്പെടുക, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് നല്ലത്. അങ്ങയെപ്പോലാകാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരുപക്ഷെ അതിൻ്റെ അടുത്തെങ്കിലും എത്തുന്നവരായി തീരാൻ ഞങ്ങൾക്ക് അവസരമുണ്ടാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് അഗാപ്പെ സ്നേഹം എന്ന് നമുക്കറിവുള്ളതാണ്. നിങ്ങൾ ശത്രുപാളയത്തിലായിരിക്കുമ്പോഴും, നിങ്ങൾ എൻ്റെ എതിരാളിയായിരിക്കുമ്പോഴും, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യത്തില്ല എന്നെനിക്ക് ഉറപ്പുള്ളപ്പോഴും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആ സ്നേഹം. അതുകൊണ്ടാണ് ഒരു എഴുത്തുകാരൻ പറഞ്ഞത്, സ്നേഹത്തിൻ്റെ നിർവചനം നിങ്ങൾ നോക്കേണ്ടത് ഡിക്ഷണറിയിലല്ല, സ്നേഹത്തിൻ്റെ നിർവചനം നിങ്ങൾ നോക്കേണ്ടത് മറ്റേതെങ്കിലും മഹാഗ്രന്ഥങ്ങളിലല്ല, ഒരു നിഘണ്ടുവിലുമല്ല. സ്നേഹത്തിൻ്റെ നിർവചനം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ക്രൂശിലാണ്. ക്രൂശാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം. അവിടെ നമ്മൾ കാണുന്ന മറ്റൊരു അടയാളം എന്താണ്? അത് ത്യാഗമാണ്. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് കാണിച്ച മാതൃക അതാണ്. ആ മാതൃകയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുക എന്നുള്ളതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറ്റൊരു കാര്യം, പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് അറിവുള്ളതാണ്. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ നമ്മെക്കുറിച്ചെല്ലാം തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ സാക്ഷികളാകുക എന്നുള്ളത്. നോക്കൂ, ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കിയാൽ പ്രസംഗങ്ങൾ കൊണ്ട് നമുക്ക് പൊറുതി മുട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത് ഞാൻ തന്നെ എടുത്ത് അമേരിക്കയിൽ എൻ്റെ ഒരു സ്നേഹിതന് അയച്ചു കൊടുക്കുന്നു. അതേ സമയം തന്നെ ആ സ്നേഹിതൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എനിക്ക് അയച്ചു തരുന്നു. ഇങ്ങനെ പ്രസംഗങ്ങൾ വഴിനീള കൂട്ടിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പരസ്യ യോഗങ്ങൾ വേണ്ടുവോളം നടത്തുന്ന ഒരു കാലഘട്ടത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. സമൂഹ മാധ്യമ സുവിശേഷീകരണം, പരസ്യ യോഗങ്ങളിൽ കൂടെ ഉള്ളത് എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് നമ്മൾ സാക്ഷികളാകണം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അർത്ഥമാക്കിയ ഒരു കാര്യം, നിന്റെ ജീവിതം ഒരു സാക്ഷ്യമായി മാറണം എന്നുകൂടെയാണ്. ആമേൻ. അതുകൊണ്ട് പരസ്യമായതൊന്നും വേണ്ട എന്നുള്ളതല്ല, അത്യന്താപേക്ഷിതമായ കാര്യമാണ്. എന്നാൽ അതുപോലെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ജീവിതം മറ്റുള്ളവർക്ക് വായിക്കാൻ കഴിയുന്നു. ബില്ലി ഗ്രഹാം പറഞ്ഞ പ്രശസ്തമായ വാചകം നമുക്ക് അറിവുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, 5 സുവിശേഷങ്ങളാണുള്ളത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ മാത്രമല്ല, ഞാനൊരു സുവിശേഷമാണ്, നിങ്ങളൊരു സുവിശേഷമാണ്. നമ്മെ വായിക്കുന്ന ഒരു സമൂഹമുണ്ട്. അവർ നമ്മെ വായിക്കുമ്പോൾ ക്രിസ്തുവിനെ വായിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് കാതലായ സ്ഖലിതം സംഭവിച്ചുവെന്ന് നമ്മൾ സമ്മതിച്ചെങ്കിലേ മതിയാകൂ. ഒരു ചെറിയ ഉദാഹരണം പറയുവാൻ എനിക്ക് പ്രേരണയുണ്ട്. സമയത്തിന് തന്നെ നിർത്തുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. ആ മാന്യനായ വ്യക്തിയുടെ പേര് ജിം എന്നാണ്. ജിം അമേരിക്കയിലുള്ള ഒരു സഭയിലെ ഒരു സാധാരണ വിശ്വാസിയാണ്. കർത്താവിൻ്റെ വേല ചെയ്യാൻ അദ്ദേഹത്തിന് വലിയ അഭിലാഷമാണ്.
അവസരം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹം യേശുവിൻ്റെ സാക്ഷിയായി തീരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിയറ്റ്നാമിൽ നിന്നൊരു കൂട്ടം അഭയാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ ആ ദേശത്ത് വന്ന് പാർക്കാനിടയായി തീർന്നു. അവരുടെ പള്ളിക്ക് അദ്ദേഹം പോകുന്ന പള്ളി ഇടവക തീരുമാനിച്ചു ആ വിയറ്റ്നാമീസ് ആളുകളെ ഭാഷ പഠിക്കുന്നതിനും ജോലി കണ്ടെത്തുന്നതിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അവരെ സഹായിക്കണമെന്ന്. അതിൽ മുമ്പിട്ട് നിന്നൊരു വ്യക്തിയായിരുന്നു ഈ ജിം എന്നു പേരുള്ള ആ മനുഷ്യൻ. അദ്ദേഹം സൺലി എന്നു പേരുള്ള ആ ഒരു മനുഷ്യനുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇടപെട്ടത്. അപ്പൊ സൺലിക്ക് കാര്യമായിട്ട് ഇംഗ്ലീഷ് അറിയത്തില്ല, വിയറ്റ്നാമി ഭാഷ ഈ ജിമ്മിനും അറിയാൻ പാടില്ല. എങ്കിലും അവർ പരസ്പരം ഒത്തിരിയേറെ ആശയവിനിമയങ്ങൾ ആകുന്ന രീതിയിലൊക്കെ നടത്തി. അവസരം കിട്ടുമ്പോഴെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ ജിം പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ചു. പക്ഷേ ഇച്ചിരി മുമ്പോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഞാൻ പറയുന്ന ഒന്നും ആ മനുഷ്യന് മനസ്സിലാകുന്നില്ല, ഭാഷയുടെ ഒരു പരിമിതിയുണ്ട്, അതുകൊണ്ട് അദ്ദേഹം ഇംഗ്ലീഷ് ഒരല്പം കൂടെ പഠിച്ചിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം അങ്ങ് നിർത്തി. ജോലി കണ്ടെത്താൻ കൂടെ കൊണ്ടു നടക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും കർത്താവിനെ കുറിച്ച് പറയുന്നത് അങ്ങ് നിർത്തി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ സൺലി അദ്ദേഹത്തോട് ചോദിച്ചു, നിന്നെ പോലെ തന്നെയാണ് നീ സൂചിപ്പിക്കുന്ന യേശുവെങ്കിൽ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമുണ്ട്, നീ എന്നോട് അദ്ദേഹത്തെക്കുറിച്ച് പറയണം എന്നാവശ്യപ്പെട്ട ഒരു ജീവിത കഥ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. നമ്മൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ഇത് സ്വീകരിക്കാൻ ഇപ്പോഴും അനേക ആളുകളുണ്ട്. പക്ഷെ നമ്മൾ ക്രൂശിനെ മറഞ്ഞു നിൽക്കുന്നവരായി മാറുന്നു. ശിഷ്യന്മാരെന്ന് അവകാശപ്പെടുന്നവർ ക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ മറയ്ക്കുന്നവരാകുന്നു എന്നുള്ളത് വേദനാജനകമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഒരു എഴുത്തുകാരൻ പറഞ്ഞ ഒരു വാചകം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: യുവർ ടോക്ക് ടോക്സ്. രണ്ടാമത്തെ വാചകം യുവർ വാക്ക് ടോക്സ്. മൂന്നാമത്തെ വാചകം യുവർ വാക്ക് ടോക്സ് ലൗഡർ ദാൻ യുവർ ടോക്ക് ടോക്സ്. ആ വാക്കുകളുടെ അർത്ഥം ഇതാണ്: നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു ശബ്ദം പുറപ്പെടുന്നുണ്ട്, അത് കേൾക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ നടക്കുമ്പോഴും ഒരു ശബ്ദം കേൾക്കാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും, അവിടെ നിന്നൊരു ശബ്ദം പുറപ്പെടുന്നുണ്ട്. നിങ്ങൾ സംസാരിക്കുമ്പോൾ പുറപ്പെടുന്നതിനേക്കാൾ ആശയവിനിമയത്തിൽ ഗാംഭീര്യമുള്ളതാണ് നിങ്ങൾ നടക്കുമ്പോഴുള്ള സംസാരം എന്നൊരാൾ പറഞ്ഞുവെങ്കിൽ നമ്മുടെ ജീവിതം ഒരു സന്ദേശമായി മാറ്റപ്പെടത്തക്കവണ്ണമാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യരായി തീരേണ്ടത്. മൈക്കൽ ആഞ്ചലോ വരച്ച യേശുക്രിസ്തുവിൻ്റെ ആ അന്ത്യ അത്താഴ ചിത്രത്തെക്കുറിച്ച് ഇപ്രകാരം ഒരു വിശദീകരണം കേട്ടിട്ടുണ്ട്. അദ്ദേഹം മനോഹരമായി ആ ചിത്രം വരച്ച് പൂർത്തീകരിച്ചു കഴിഞ്ഞു. എന്നാൽ അതിൻ്റെ അകത്ത് കാഴ്ചക്കാരുടെ ശ്രദ്ധ ഏറ്റവും അധികം പതിയുമായിരുന്നത് ആ പാനപാത്രത്തിലാണ് എന്ന് വരച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. ദൂരെ നിന്ന് അത് വീക്ഷിച്ച മൈക്കലാഞ്ചലോ തീരുമാനിച്ചു, വേണ്ട, എൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്കാൾ തേജസ്സേറി ഇതിൻ്റെ അകത്തൊന്നും വേണ്ട. അദ്ദേഹം ആ പടം വ്യത്യാസപ്പെടുത്തി വരച്ചതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർത്താവിനേക്കാൾ വലുതായി മറ്റൊന്നും ആരും കാണാൻ ഇടയാകാത്ത വണ്ണം കർത്താവ് എല്ലാത്തിൻ്റെയും എല്ലാമായി ദേവാലയത്തിലുള്ള എല്ലാവരുടെയും കണ്ണ് ക്രിസ്തുവിൻ്റെ മേൽ പതിഞ്ഞു എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ നമ്മുടെ പ്രാഗൽഭ്യങ്ങളും പാണ്ഡക്കെട്ടുകളും നമ്മെക്കുറിച്ച് നമ്മൾ തന്നെ കെട്ടിപ്പൊക്കുന്ന കഥകളും ഒക്കെ മാറ്റിവെച്ച് ക്രിസ്തുവിന് വേണ്ടി വഴിമാറി കൊടുക്കുന്നെങ്കിൽ ഇനിയും അനേകരെ രക്ഷിപ്പാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. ഇനിയും അനേകർ അവൻ്റെ ശിഷ്യരായി തീരേണ്ടതായിട്ടുണ്ട് എന്നുകൂടെ നമ്മൾ ഓർക്കുക. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് വീണ്ടും പറയുന്നു, നിങ്ങൾ എൻ്റെ ശിഷ്യരായിട്ട് ലോകം അറിയണമെങ്കിൽ നിങ്ങൾ ഫലം കായ്ക്കുന്നവരാകണം. ആമേൻ. നമ്മൾ ഫലം കായ്ക്കുന്നവരാകുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ആത്മീക ഫലങ്ങൾ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമ്മളിൽ ഫലമുണ്ടാകണമെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞത്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, ഒരു കാര്യവും സാധ്യമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കണമെങ്കിൽ നിങ്ങൾ എന്നിൽ വസിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിൽ വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൽ നിന്നുള്ള ഫലം പുറപ്പെടുവിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മൾ ഫലം പുറപ്പെടുവിപ്പിക്കുന്നവരാകുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നാം ഒരിക്കലും വിസ്മരിച്ചു പോകുവാൻ ഇടയാകരുത്. അതിന് നമ്മൾ കർത്താവിൽ വസിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെങ്കിൽ അങ്ങനെ നമ്മൾ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ചത്തിട്ടില്ല എന്നുള്ളതാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ
തനിയെ ശേഷിക്കുന്നു, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കുന്നു. തീർച്ചയായും നമ്മളിൽ മരിക്കേണ്ട കാര്യങ്ങൾ മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ തീർച്ചയായും നമ്മൾ ഫലം കായ്ക്കുന്നവരായി മാറും. അങ്ങനെ ഫലം കായ്ക്കുന്നവരായി നമ്മൾ മാറുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയപ്പെടുന്നത്. ഒരു വൃക്ഷം തിരിച്ചറിയപ്പെടുന്നത് അതിൻ്റെ ഫലത്തിൽ കൂടെയാണെങ്കിൽ നാമും തിരിച്ചറിയപ്പെടേണ്ടത് നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഫലത്തിൽ കൂടെയാണ്. അങ്ങനെയാണ് നമ്മൾ ശിഷ്യരാണ് എന്ന് ലോകം ഗ്രഹിക്കുവാൻ ഇടയാകുന്നത്. ഫലമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വർധനവില്ല എന്നുള്ളതാണ്. നമ്മൾ വർദ്ധിക്കണം, പെരുകണമെന്നുള്ളതാണ് തമ്പുരാൻ എല്ലാ കാലവും നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം. അതിന് നമ്മൾ ഫലം കായ്ക്കുന്നവരാകണം എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ നമ്മൾ വളർത്തിയെടുക്കുന്നവരാകുവാനും കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ വാർത്തെടുക്കുക എന്നുള്ള ഒരു വലിയ ഉദ്യമം കൂടെ സർവശക്തൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകുവാൻ ഇടയാകരുത്. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടെ സൂചിപ്പിച്ച് ഈ രാത്രികാലം ഞാൻ ഈ പ്രഭാഷണം അല്ലെങ്കിൽ ഈ ക്ലാസ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഈ ശിഷ്യന്മാർക്കുള്ള പ്രതിഫലം എന്താണ്? ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ അനുഗമിക്ക്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ശിഷ്യന്റെ ഏറ്റവും വലിയ നേട്ടം എന്ത് എന്ന് ചോദിച്ചാൽ, പ്രതിഫലം എന്ത് എന്ന് ചോദിച്ചാൽ, അത് അവന് മനുഷ്യരെ പിടിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ഒരു പ്രതിഫലമാകുന്നത്? നമുക്കറിയാം, ഒരു മനുഷ്യന്റെ വിലയെക്കുറിച്ച് തിരുവെഴുത്ത് നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഒരാത്മാവിന്റെ വില ഈ പ്രപഞ്ചത്തെക്കാൾ വലുതാണെങ്കിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എത്ര വലുതാണ് എന്നുള്ള കാര്യം ഓർക്കുക. പലപ്പോഴും നമ്മുടെ പ്രതിഫലം ഈ ലോകത്തിലാണ് എന്ന് തെറ്റിദ്ധരിക്കത്തക്കവണ്ണമുള്ള പ്രഭാഷണങ്ങളാണ് പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രോസ്പെരിറ്റിയെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു, എബാണ്ടൻസിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു, ഡെലിവറൻസിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു, ഹീലിങ്ങിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു. ഇതൊന്നും വേണ്ട എന്നോ ഇതൊന്നും ഇല്ലെന്നോ സ്ഥാപിക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. പക്ഷെ ഓർക്കുക, അതിനേക്കാളൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റ് പല കാര്യങ്ങളും ശിഷ്യന്മാരെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ബേൺഹേഫറിന്റെ ജീവിതം ഓർക്കുക. അയാൾ പ്രാർത്ഥിച്ചിട്ടും 39-ാമത്തെ വയസ്സിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിൽ ക്ഷിപ്രമായി കാര്യം സാധിക്കുന്നതിനുള്ള ഒരു എളുപ്പ വഴിയല്ല പ്രാർത്ഥന, സമർപ്പണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് നമ്മളുടെ പ്രതിഫലം? എവിടെയാണ് ശിഷ്യന് തൻ്റെ പ്രതിഫലം ലഭ്യമാകുന്നതെന്ന് ചോദിച്ചാൽ, അത് ഈ ഭൂമിയിൽ വെച്ച് ലഭ്യമാകും എന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കുകയോ വ്യാമോഹിക്കുകയോ ചെയ്യാൻ ഇടയാകരുത്. നമുക്ക് ഇതിൻ്റെ അപ്പുറത്താണ് പ്രതിഫലം എന്നുള്ളത് ഓർക്കുക. ഒരു വാക്യഭാഗം കൂടെ വായിച്ച് ഈ സംഭാഷണം ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 19-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മുമ്പാകെ അവൻ്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആറാകുന്നു? നിങ്ങളും അല്ലയോ? ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ. നോക്കൂ, തെസ്സലോനിക്കയിലുള്ള വിശുദ്ധന്മാരെ, ആ വിശ്വാസി വൃന്ദത്തെ നോക്കി വിശുദ്ധ പൗലോസ് ആത്മാഭിമാനം കൊണ്ട് പറയുന്ന ഇതാണ്: ഞങ്ങളുടെ സന്തോഷം നിങ്ങളാണ്, ഞങ്ങളുടെ കിരീടം നിങ്ങളാണ്. അത് ഞങ്ങൾക്ക് ഈ വർത്തമാനകാലത്തല്ല കിട്ടുന്നത്, ഞങ്ങൾക്ക് അത് ലഭ്യമാകാൻ പോകുന്നതേ ഉള്ളൂ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഞാൻ നല്ലപോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ. അങ്ങനെയാണെങ്കിൽ ഒരു യഥാർത്ഥ ശിഷ്യന് പ്രതിഫലമുണ്ട്. അത് ഈ ഭൂമിയിൽ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. എന്നാൽ നമ്മുടെ കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറാത്ത കർത്താവ് നമുക്ക് വേണ്ടി അത് ഒരുക്കിയിട്ടുണ്ട്. ആ വാടാത്ത കിരീടം പ്രാപിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച്, നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും അനുരൂപപ്പെട്ട് ക്രിസ്തു എന്ന തലയോളം വളർത്തപ്പെട്ട് മാതൃകയുള്ള ജീവിതം നയിച്ച് മുമ്പോട്ട് പോകുവാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് ആഗ്രഹിച്ച്, പ്രാർത്ഥിച്ച്, ആശംസിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതുപോലെ ഒരു മനോഹരമായ കൂട്ടായ്മയ്ക്ക് എനിക്ക് ഇപ്രകാരം വചനം പറയുവാൻ അവസരം നൽകി തന്ന എല്ലാ സംഘാടകരോടും, വിശേഷാൽ എൻ്റെ പ്രിയ സ്നേഹിതൻ പാസ്റ്റർ ബിജുവിനോടും പ്രത്യേകമായി നന്ദി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മെ ആശീർവദിക്കട്ടെ.